ജൂലി, മുത്തല്ലേ, എന്നെ ഒന്ന് രക്ഷിക്കടി പ്ലീസ്, കാല് പിടിക്കാം. അയ്യോ, ഞാൻ ഒന്നിനും തലയിടാനില്ലേ. ഡി കുരിപ്പേ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ കേക്ക് കട്ടിങ് തുടങ്ങുമെന്ന് അലക്സ് പറഞ്ഞായിരുന്നു. കാണണമെന്നുള്ളവർക്ക് എന്റെ കൂടെ വരാം. പറഞ്ഞ പോലെ കേക്ക് കട്ടിങ് തുടങ്ങാനായല്ലേ? ഞാനും വരുന്നടി, നിക്ക്. വരുന്നുണ്ടെങ്കിലേ വേഗം വായോ. അതെ, മോനിതെങ്ങോട്ടാ? ഡി, അത് പിന്നെ കേക്ക് കട്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണ്ടേ? അതൊക്കെ അത് ഏൽപ്പിച്ചാള് ചെയ്തോളും. അതും പറഞ്ഞ് മോൻ ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കണ്ട. നിനക്ക് വട്ടാടി, മുഴുത്ത വട്ട്. എടാ ചാക്കേ, നിക്കടാ. എന്റെ ഐസ്ക്രീം മേടിച്ചാൽ ഞാൻ നിന്നെ എവിടേക്ക് വിടുന്ന പ്രശ്നമില്ലടാ, കാട്ടുപോത്തെ. ഡി നിക്ക്, എനിക്കിനി വയ്യ ഓടാൻ. എനിക്കും വയ്യ ഇനി ഓടാൻ. അപ്പൊ നിനക്ക് എന്തായിരുന്നു വേണ്ടത്? ഐസ്ക്രീം അല്ലേ? അതെ. അത് മേടിച്ചെന്നാ നിന്റെ പ്രശ്നം തീരുമല്ലോ. തീരും. അപ്പൊ ഇതാ നിന്റെ ഐസ്ക്രീം, പിടിക്ക്. ആഹാ, താങ്ക് യു. നിനക്കിത് ആദ്യം മേടിച്ചെന്ന പോരെ, അപ്പൊ ഈ പ്രശ്നങ്ങള് വല്ലതുണ്ടാവൂടാ പൊട്ടാ. അതിന് നീ എന്നെ എന്തെങ്കിലും പറയാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഒളിമ്പിക്സിന് ഓടുന്ന പോലല്ലേ നീ എന്നെ ഇട്ട് ഓടിച്ച്. അത് ശരിയാ, സോറിടാ, സോറി. അവളുടെ ഒരു സോറി, ആ സോറി നീ മടക്കി അങ്ങ് കയ്യിൽ വെച്ചാ മതി. നടു ദൈവമേ. എടാ, ഞാൻ സോറി പറഞ്ഞല്ലോ, പിന്നെന്താ? ആടാ, ദേ വരുന്നു. ജാക്കേ, നിക്കടാ, സോറി. കുറച്ചു നേരം മോളന്റെ പുറകെ നടക്ക്. എടാ, നീ ആ ഫ്ലവേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തായിരുന്നോ? ആടാ, അതൊക്കെ ഓൾറെഡി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതല്ലേ. എന്നാ പിന്നെ നമുക്ക് നേരെ കേക്ക് കട്ടിങ്ങിലേക്ക് പോയാലോ? എന്നാ പിന്നെ നിങ്ങളെല്ലാം സെറ്റാക്കി. ഞാൻ ലിയെ എങ്ങനെയും അവിടെ ഒന്ന് പിടിച്ചു നിർത്താൻ നോക്കട്ടെ. ക്ലാരെ, ഞാൻ കൂടി വരാം. നിനക്ക് എന്തായാലും അവളെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അത് ശരിയാ, അവളെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാന്ന് പറയുന്നതേ കുറച്ച് മെനക്കെട്ട പണിയാ. അതുകൊണ്ട് നീയും കൂടി വായോ. നിങ്ങൾ എന്താ സമൂഹ ഗാനത്തിന് പോവാണോ? അല്ലല്ലോ. എന്നാ പിന്നെ നീ പോവണ്ട, നീ ഞങ്ങളുടെ കൂടെ ഇവിടെ നിൽക്ക്, അവര് പോയിട്ട് വരട്ടെ. അങ്ങനെ വൈക്ക് വാ. അയ്യോ പാവം, അവരുടെ കൂടെ പോവാൻ പറ്റിയില്ല അല്ലയോ? ജാനിക്കുട്ടിയോ? അതേത് പുതിയ ഐറ്റം? മറ്റേ സീരിയലല്ലടാ ഇപ്പൊ റീലൊക്കെ ഉള്ള ആ സീരിയലിലെ കൊച്ചിന്റെ കാര്യമാടാ ഈ പറയുന്നേ. അത് കറക്റ്റ്. അതിനെ ദത്തെടുത്തത് നിന്നെ ദത്തെടുത്തത് രണ്ടും സെയിമാ. ശരിയാ, അത് കറക്റ്റ്. അത് ശരിയാ, കൊച്ചല്ല. അതിനേക്കാളും കഷ്ടം നിന്റെ കാര്യം. നീ തല്ലോ? എന്നാ പിന്നെ നീ ഒന്ന് തല്ലി നോക്കടി. നിങ്ങൾ ഇവിടെ ഇങ്ങനെ തല്ലു കൂടിക്കൊണ്ടു നിന്നോ, എന്നിട്ട് വേണം ഈ ശബ്ദം കേട്ട് ലിയ ഇങ്ങോട്ടേക്ക് വരാൻ. അത് തന്നെ. ഇത് വല്ലതും ഈ ബുദ്ധിസ്റ്റോട് പറഞ്ഞിട്ട് എന്തേലും കാര്യമുണ്ടോ? ചാക്കോ? നീ എന്താടി വിളിച്ചേ? ചാക്കുന്നോ? നല്ല വെളിഞ്ഞ തമാശ. ഞാൻ ഇതൊക്കെ ഇട്ടേച്ച് പോണോ അതോ വേണ്ടളിയാ? സോറി, ഞാൻ നിർത്തി. അങ്ങനെയാണേ നിങ്ങൾക്ക് കൊള്ളാം. അപ്പോ എല്ലാം സെറ്റായില്ലേ? പിന്നെ പക്ക ഫിനിഷിങ്, കൊള്ളാം. എന്തുവാ നമ്മളോ? പിന്നെ ചെയ്തു. കേക്കിന് ചെറിയ കെട്ട് തിന്നാനും വീർപ്പിച്ച ബലൂണ് പൊട്ടിക്കാനൊക്കെ നീ വല്ലാതെ അങ്ങ് സഹായിച്ചു. പോട്ടേടി, അവൻ പറഞ്ഞതിലും കാര്യമില്ലേ? ഓ സന്തോഷം. പാവണ്ടാ, നീ എന്തിനാടാ അതിനിങ്ങനെ ആക്കുന്നേ? ചുമ്മാ അതിനിട്ട് ഇങ്ങനെ കളിപ്പിക്കാനേ ഒരു രസം.
ഫോട്ടോസ് ഒക്കെ വീട്ടിൽ പോയ അപ്പൊ തന്നെ എനിക്ക് സെൻഡ് ചെയ്യണേ. സെൻഡ് ചെയ്തേക്കാം. അല്ല, എങ്ങനെയുണ്ട് ഫോട്ടോസ് ഒക്കെ? കൊള്ളാവോ? താങ്ക് യു. അതും പറഞ്ഞ് നീ അതെങ്ങോട്ടേക്കാ പോന്നേ? വെയിറ്റ് ചെയ്യടോ, കാണാലോ. എന്നാലും പറ അലക്സ്, എന്ത് കാണാനാ? കാണാൻ തന്നെയല്ലേ നമ്മള് പോകുന്നേ. ഉം. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. അല്ല, ഇതൊക്കെ നിങ്ങൾ എപ്പോ സെറ്റാക്കി? വാവ്, എന്ത് രസാ കാണാൻ. അതൊന്നും താൻ നോക്കണ്ട. സന്തോഷത്തോടെ ആ കേക്ക് അങ്ങ് കട്ട് ചെയ്തോട്ടെ. അളിയ, നീയും ചെല്ലി. ഞാനല്ലടാ, ലിയ കട്ട് ചെയ്യട്ടെ. അലക്സ്, നീയും കൂടി വാ. വേണ്ടടോ, ഞാൻ വന്നാ ശരിയാവില്ല. ആരെങ്കിലും കണ്ടാ പിന്നെ അത് മതി. അത് ശരിയാ, ആരെങ്കിലും കണ്ടാ പിന്നെ തീർന്ന്. എങ്കി പിന്നെ ലിയ കട്ട് ചെയ്യട്ടെ. കട്ട് ചെയ്യില്ലേ, എന്താ നോക്കി നിക്കുന്നേ? കട്ട് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു. പൊട്ടി, ഫസ്റ്റ് അലക്സിന് കൊടുക്കണ്ടേ, എന്നിട്ട് വേണ്ടേ നീ കഴിക്കാൻ? ഓ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ. ഇതിപ്പോ എന്തായാലും ഞാൻ കഴിച്ചു പോയില്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യും, ബാക്കി കട്ട് ചെയ്തിട്ട് അലക്സിന് കൊടുക്ക്. എന്റെ ദൈവമേ, ഈ പെണ്ണിനെ കൊണ്ട്. എങ്ങനെയുണ്ട് സെലിബ്രേഷൻ? ഇഷ്ടായോ? പിന്നെ ഇഷ്ടാവാതെ ഒത്തിരി ഇഷ്ടമായി. ഞാനല്ലേ എല്ലാം അറേഞ്ച് ചെയ്തത്, എങ്ങനെ മോശാവും? അതെ, നിനക്ക് സ്ട്രോബെറി കേക്കിൽ ഇഷ്ടം, അതുകൊണ്ടാണോ സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കിയത്? അതാവുമ്പോ തനിക്കും ഇഷ്ടമാണല്ലോ. എനിക്കിപ്പോ ഇതൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ആണോ? എന്നാ പിന്നെ താൻ ഇതും കൂടി കഴിക്ക്. കഴിക്കടോ. എനിക്കൊന്നും വേണ്ട നിന്റെ കേക്ക്, നീ തന്നെ കഴിച്ചോ. വേണ്ടല്ലോ, ദേ ഞാൻ കഴിക്കുവേ. കഴിച്ചോ, എനിക്കൊന്നും വേണ്ട. എന്താ ഇത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് കേക്ക് വേണ്ടെന്ന്. അതിനത് കേക്കില്ലല്ലോ. എങ്ങനെയുണ്ട് ഈ സ്വീറ്റ്? അല്ലെങ്കിലും നിനക്കിപ്പോ കുറച്ച് സ്വീറ്റ്നെസ് കൂടുന്നുണ്ട്. ചിരിക്കല്ലേ? ഹലോ, ക്യാൻ ഐ ഗെറ്റ് ഇൻ? ദൈവമേ, ജെയ്സൺ. ഹായ് ജെയ്സ, നിനക്ക് സുഖല്ലേ? എനിക്കെന്താ സുഖത്തിന് ഓർവ്, ഞാൻ നല്ല സുഖമായിട്ടിരിക്കുന്നു. ജെയ്സ, നീ അവിടെ തന്നെ നിൽക്കാതെ അകത്തോട്ടേക്ക് വാ. ഞാൻ സ്വർഗത്തിലെ കട്ടുറുമ്പായോ? ഇല്ലടാ, നീ ഇവിടെ തന്നെ ഇരിക്ക്. ഇല്ലടാ, ഞാൻ പോവാ. നിങ്ങളെ എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞാലേ ഒന്ന് പാർട്ടി ഏരിയയിലേക്ക് വന്നേക്കണേ. ആടാ, വന്നേക്കാം. അപ്പൊ ശരി, ബൈ. ക്ലാരെ, ആ കേക്ക് കഴിഞ്ഞായിരുന്നോടി? ഇല്ലടി, അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, നീ പോയി എടുത്ത് കഴിച്ചോ. ആടി, ശരി. കൊള്ളാലോ. ആടി, നീ വരുന്നു. മനുഷ്യനും മനസ്സമാനത്തോടൊന്നും വായി നോക്കാനും സമ്മതിക്കത്തില്ല. എന്റെ അമ്മച്ചേ. എന്തുവാടി സൂക്ഷിക്കണ്ടേ? അത് പിന്നെ ഞാൻ കണ്ടില്ലാടോ, അതാ. ആരെ വായി നോക്കിക്കൊണ്ട് നിക്കുവായിരുന്നു? അതെങ്ങനെ നിനക്ക് മനസ്സിലായി? നീയല്ലേ മുതല്, അങ്ങനെയേ വരത്തുള്ളൂ. അത് പിന്നെ അവിടെ ഒരു കിടിലൻ പയ്യൻ അവനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഏത് പയ്യൻ? ഓക്കെടാ, അതെ അവിടെ. ഓ, അവനോ? ആടാ, എന്നാ സൂപ്പർ ലുക്കാല്ലേ. ഓ, അത്രക്കൊന്നുമില്ല. അയ്യാ മോനെ, അസൂയ.
ദേക്കാരെ വെറുതെ ഓരോരു ചെക്കന്മാരെ വായ നോക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ. നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞേ ഞാൻ വിചാരിച്ച ആരെയും വളക്കാൻ പറ്റുമെന്ന്. ആ അത് പിന്നെ അങ്ങനെ പറഞ്ഞു വെച്ച് അപ്പൊ തന്നെ ആരെങ്കിലും തീരെ നോക്കാന്നാണോ? ആഹാ കൊള്ളാലോ. അപ്പൊ ഞാൻ ആരും നോക്കണ്ട എന്നാണോ നീ പറഞ്ഞിരുന്നേ? ആ അതെ അങ്ങനെ തന്നെയാ. ഈ ചെക്കന് എന്ത് പറ്റി? ജാക്കേ നിക്ക് പോവല്ലേ. ജാക്കേ ദേ മറ്റേ പയ്യൻ. ഇവനെന്തിനാണാവോ എന്നെങ്ങനെയാ നോക്കുന്നേ? ജാക്കിന് എന്ത് പറ്റി? ഇവനെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ആ ഞാനും ശ്രദ്ധിച്ചു. എന്തു പറ്റിയടാ? ഏയ് ഒന്നുമില്ലടാ, ചെറിയൊരു തലവേദന. എടാ നീ ആകെ ഒരു ഹാഫ് പൊറോട്ടല്ലേ കഴിച്ചുള്ളൂ. ഇതേ റൈസും ചിക്കനൊക്കെ എടുത്ത് കഴിക്കേ. വേണ്ടടാ എനിക്ക് വിശപ്പില്ല. വിശപ്പില്ലാന്നോ? നിനക്കോ? ആ അത് തന്നെ, ഇന്ന് കാക്ക വല്ലതും മലർന്ന് പറക്കോ എന്തോ. ആ ചിലപ്പോ പറക്കുമായിരിക്കും, ചെന്ന് നോക്ക്. ഇവനിതെന്തു പറ്റി പെട്ടെന്ന്? ജാക്കേ ആ വെള്ളം മാത്രം കുടിക്കാതെ എടുത്ത് ഫുഡ് കഴിക്കടാ. നീ മാറി ക്ലാരെ, എനിക്ക് വേണ്ടാത്തോണ്ടോ? ആ ആരല്ലേ ജാടാ. ജയ്സ അന്റെ പൊറോട്ട ഞാൻ നേടി. വേണ്ടാത്തോരെ കഴിക്കണ്ട, ഞാൻ കഴിച്ചോളാം. എന്തു പറ്റിയതാടി? അറിയത്തില്ലടി, ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ചില്ല്. ജാക്കേ നിക്കടാ, നീ എങ്ങോട്ടീ പോകുന്നേ? നീ എന്തിനാടി എന്റെ പുറകെ ഇങ്ങനെ വരുന്നോ? അല്ല എന്താ മോനെ പ്രശ്നം? എന്നോട് പറ. എല്ലാ പ്രശ്നവും നിന്നോട് പറഞ്ഞാ നിനക്കത് സോൾവ് ചെയ്ത് തരാൻ പറ്റുമോ? സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാലോ. അത് പറഞ്ഞാൽ ശരിയാവത്തില്ല. നീ ഒന്ന് പോയി തരാമോ ക്ലാരെ? എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം. ഓ അങ്ങനെയാണല്ലേ. എന്നോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നിന്റെ ലൈഫിലുണ്ടല്ലേ. ശരി ആയിക്കോട്ടെ, ഞാൻ പോയി തരാം. എന്താ ജാക്ക പറയത്തില്ലല്ലോ? പ്ലീസ് ക്ലാരെ ഒന്ന് പോ. ആടാ ഞാൻ പോവുകയാ. അമ്മച്ചേ നീ അവിടെ വലിയ കല്ലുണ്ട്, സൂക്ഷിച്ച്. ആ ചെക്ക കൈയെടുത്തേ, എനിക്ക് പോണം. എടാ നിന്നോടാ പറഞ്ഞേ കൈയെടുക്കാൻ. അത് ഇപ്പൊ തന്നെ പോണോ? എന്ത്? അത് പിന്നെ അവിടെ ഒരു വലിയ കല്ലിരിപ്പുണ്ട്, ശ്രദ്ധിച്ചു പോണം. ഓ അതൊക്കെ നീ നോക്കാൻ നിൽക്കുന്നേ. നിനക്ക് എന്നോട് പറയാൻ പറ്റാത്ത കൊറേ രഹസ്യങ്ങളുണ്ടല്ലോ. നിക്ക്. അത് പിന്നെ ഐ ലവ് യു. എന്താടാ നീ എന്തൊക്കെയാ പറയുന്നേ? അതെ. ഒന്ന് പോയട ചെക്ക, ചുമ്മാ കളിക്കാതെ. ഞാൻ പറഞ്ഞത് സത്യമാടി, എനിക്ക് നിന്നെ ഇഷ്ടമാ. ഐ ലവ് യു. നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? മനസ്സിലായിടി, നിനക്ക് ചിലപ്പോ അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ബട്ട് ഐ ഹാവ് ട്രൂലി ഫീലിങ്സ് ഫോർ യു. എടാ നീ ചുമ്മാ കളിക്കല്ലേ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. കളിയല്ല ക്ലാരെ, സത്യ. എപ്പോ തുടങ്ങി എന്ന് തുടങ്ങി എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ബട്ട് ഓ അപ്പൊ അതുകൊണ്ടാണോ നീ നേരത്തെ എന്നോട് ആരും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞത്? അതെ, ഞാനിത് പറഞ്ഞില്ലേ, നിന്നെ ആരെങ്കിലും ചിലപ്പോ കൊത്തിക്കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി, യെസ് ഓർ നോ. എടാ ജാക്കേ അത് ഞാൻ നീ എന്നെ അങ്ങനെ കണ്ടിട്ടില്ല എന്നല്ലേ? സാരില്ലടി, നീ ഇതൊന്നും വെറുതെ മനസ്സിലാക്കണ്ട. എനിക്കിത് ഇപ്പോഴും പറയില്ലേ ശരിയാവില്ലെന്ന് തോന്നി, അതുകൊണ്ടാ ഞാൻ. അതിന് ഞാൻ പറഞ്ഞോ എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന്? നിനക്കെന്നെ ഇഷ്ടമെന്നൊക്കെ എനിക്കറിയാം. ബട്ട് അതൊരു ഫ്രണ്ട് എന്നൊരു റേഞ്ചിൽ മാത്രമല്ലേ, അല്ലാതെ ഞാൻ വെറുതെ സോറി. ഞാൻ പെട്ടെന്ന് ഫ്രണ്ടായിട്ട് കണ്ടപ്പോ എനിക്ക് എപ്പോഴൊക്കെയോ ഇടയ്ക്കൊക്കെ നിന്നോട് ക്രൈഷ് തോന്നിയിട്ടുണ്ട്, ഇഷ്ടം തോന്നിയിട്ടുണ്ട്. ബട്ട് നീ എന്നൊരു ജസ്റ്റ് ഫ്രണ്ട് ആയിട്ടായിരിക്കും കണ്ടിരിക്കുന്നെന്ന് വെച്ചിട്ടാ ഞാനും പറയാതിരുന്നേ. അപ്പോ ചുരുക്കി പറഞ്ഞാ നിനക്കൊരു ഇഷ്ടായിരുന്നോ? ആടെ ചെക്ക എനിക്കും ഇഷ്ടാ. അപ്പോ ഞാനിനി സിംഗിൾ അല്ലല്ലോ? അല്ല ഞാനും. എന്നാൽ എന്റെ ചെക്ക ഒരു നോട്ടത്തിൽ പോലും നിനക്ക് എന്നെ ഇഷ്ടമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവാൻ നീ ഒരു ക്ലൂ പോലും തന്നില്ലല്ലോടാ ബ്ലേഡി. അങ്ങനെയൊക്കെ ക്ലൂ തന്നാ ചിലപ്പോ ഉള്ള ഫ്രണ്ട്ഷിപ്പ് കൂടി ബ്രേക്ക് ആയോന്ന് വിചാരിച്ചിട്ടാ. ആണല്ലേ, ഞാനും അങ്ങനെ വിചാരിച്ചിട്ടാ ക്ലൂ ഒന്നും തരാതിരുന്നെ.
ഓഹോ, അപ്പൊ നിങ്ങളുടെയും അലക്സിന്റെയും ലിയയുടെയും പോലെ സീക്രട്ട് ലവ് ആയിരുന്നല്ലേ? അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ചാക്കെ, നീ എന്നോട് പോലും ഇത് പറഞ്ഞില്ലല്ലോടാ നാറി. ക്ലാരെ, നിനക്കും? Shut up. നിർത്ത്. ഇനിയിപ്പോ ഈ കേരളത്തിൽ ഞാൻ മാത്രമേ സിംഗിൾ ആയിട്ടുള്ളൂ. എന്റെ ഈശ്വര. ജാക്കെ, ക്ലാരെ, ചതിച്ചല്ലോ നിങ്ങളും. മോളെ ജൂലി, ഈ സിംഗിൾ എന്നുള്ള എന്റെ മുദ്ര മാറ്റിയെടുക്കാൻ എനിക്കും കുറെ ടൈം വന്നിട്ടുണ്ട്. അതുപോലെ നീയും വെയിറ്റ് ചെയ്യ്. ആ, എവിടെയെങ്കിലും കാണും നിനക്കും ഇതുപോലൊരു കാലൻ. ഡിഡി വേണ്ട. ചുമ്മാ. അതെ, ഈ ഒരു സംഭവം നമുക്കങ്ങ് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? പിന്നെ എന്തായാലും സെലിബ്രേറ്റ് ചെയ്യണം. ആരും നോക്കത്തില്ല, സിംഗിൾ പസങ്ക എന്നൊക്കെ കുറെ ഡയലോഗ് അടിച്ചതല്ലേ. അപ്പൊ ഇതെനിക്ക് എന്തായാലും സെലിബ്രേറ്റ് ചെയ്യണം. അയ്യേ, സെലിബ്രേറ്റ് ചെയ്യാനോ? ഇതോ ചുമ്മാ ഇരുന്ന വേണ്ടേ? അത് തന്നെ, ഒരു സെലിബ്രേഷനും വേണ്ട. ഇവളൊക്കെ വളഞ്ഞ തന്നെ ഭാഗ്യം. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ലുക്കിൽ നീ വീണില്ലേ? അതെ അതെ, നിന്റെ ലുക്കിലല്ല, നിന്റെ പൊട്ടത്തരത്തിലും മണ്ടത്തരത്തിലാണ് ഞാൻ വീണേ. സെറ്റ് ആയിട്ടും നിങ്ങൾ ഒരുമാതിരി ഇങ്ങനെ തല്ലുകൂടാതെ വാ, ഒരു ഡാൻസ് കളിക്ക്. ഓ, നിങ്ങൾ ഇവിടുന്ന് ഡാൻസോ പാട്ടോ എന്താന്ന് വെച്ചേ, ഞാൻ പോവാണേ. ഡിജൂലി നോക്കി, ചിക്കൻ ലെഗ് പീസ്. എടാ കാമടാ, ഞാൻ ലാസ്റ്റ് കഴിക്കാൻ മാറ്റി വെച്ചിട്ട് ലെഗ് പീസ് താടാ. ഇത്രേ ഉള്ളൂ. എടാ, പ്രപ്പോസിങ് അത് നമ്മൾ ജെയ്സനും ആനയും വെച്ച് ചെയ്യാനല്ലേ പ്ലാൻ ചെയ്തേ? ഇതുവരെയും അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തേ, ബട്ട് ഇപ്പൊ മാറ്റി. ഇപ്പൊ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നേ നിന്നെയും ക്ലാരയും വെച്ചിട്ട് ചെയ്യാനാ. എന്തുവാ, ഞങ്ങൾ വെച്ച് ചെയ്യാനോ? അത് വേണ്ട, നീയും ആരെയും തന്നെയാ നല്ലത്. എന്താടോ, നിങ്ങിപ്പോ ഒരു കപ്പിൾസ് അല്ലേ, പിന്നെ എന്താ പ്രശ്നം? കപ്പിൾസോ? ആര്? എപ്പോ? ബെസ്റ്റ്. അതും മറന്നോ? ശരിയാ, ഞാൻ പെട്ടെന്നേ ഓർത്തില്ല. ശരിയാ, നമ്മള് കപ്പിൾസ് ആണേ, നമുക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേടാ? അത് തന്നെ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അത് കുറച്ച് പാടാ. ബെസ്റ്റീസ് ടു കപ്പിൾസ് അല്ലേ, അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. അതെ. അല്ല, അതൊക്കെ പോട്ടെ, എന്താ നിന്റെ പ്ലാൻ? ഹേ ഗായ്സ്, അപ്പോ നിങ്ങളെല്ലാരും ഈ ബീച്ച് ട്രിപ്പ് അടിച്ചു പൊളിച്ചല്ലോ? പിന്നെ പൊളിച്ചത്തേ വരത്തില്ലേ? യെസ്, റിയലി എൻജോയ് ഇറ്റ്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു ചിന്ന സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? നമ്മുടെ കണ്ണിലുണ്ണികളായ ബെസ്റ്റീസായ ക്ലാരയും ജാക്കും സെറ്റായ വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അറിഞ്ഞു. വളരെ ചെറിയ രീതിയിലായിരുന്നല്ലോ അവരുടെ പ്രപ്പോസിംഗ് ഒക്കെ. അപ്പോ അത് നമുക്കൊന്ന് കളറാക്കിയാലോ? യെസ് ഷുവർ, എന്തായാലും കളറാക്കണം. അപ്പോ കടന്നു വരൂ ന്യൂ കപ്പിൾസ്, കടന്നു വരൂ. ഞാനെങ്കില്ല, എനിക്കൊന്നും വയ്യ. ചില്ലടി ക്ലാരെ, ചില്ല്. കമോൺ ക്ലാരെ, കടന്നു വരൂ. എന്താ ജയ്സ, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഓക്കെ, നമ്മുടെ ക്ലാര ഇവിടെ വന്ന് നിൽക്കുന്നു. നമ്മളെ ജാക്ക് അങ്ങ് കയറി പ്രപ്പോസ് ചെയ്യുന്നു. ഓഹോ, ജാക്ക്. അയ്യേ, ചുമ്മാ തിരിടി. അയ്യോ, ചെക്കന് നാണം വന്നു. ക്ലാരെ, വന്നേ, വേഗം വന്നേ. പെണ്ണെ, വേണ്ടടി. എന്തിനാടി ഇതൊക്കെ? മര്യാദക്ക് അവിടെ പോയി നിന്നോ, അല്ലെങ്കിൽ ഞാൻ മിണ്ടത്തേ ഇല്ല, പറഞ്ഞേക്കാം. ഞാനിത് പറഞ്ഞ കാര്യം പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. സെറ്റല്ലേ? സെറ്റാണ്, സെറ്റ്. തൽക്കാലം മോളിവിടെ നിക്ക്. ഞാനെന്തിനാ നിക്കുന്നേ? കമോൺ മിസ്റ്റർ അലക്സ്. അലക്സോ? ലിയ, I love you and happy birthday to you. അതിന് നീ എന്നെ പണ്ടേ പ്രപ്പോസ് ചെയ്തതല്ലേ, പിന്നെന്തിനാ ഇപ്പൊ? അതെ, ബട്ട് ഇതതുപോലെയല്ല ലിയ. ഇന്ന് തന്റെ ബർത്ത്ഡേ കൂടിയാണല്ലോ. സോ ദിസ് വൺ ഈസ് സോ സ്പെഷ്യൽ. വെൻ യു കം ഇൻ മൈ ലൈഫ് ഐ സീ ഹാപ്പിനെസ്. സത്യം പറഞ്ഞാൽ താൻ എന്റെ ലൈഫിൽ വരരുതെന്നൊക്കെ ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടും താൻ അതൊന്നും കാര്യമാക്കാതെ എന്റെ ലൈഫിലോട്ടേക്ക് വന്നു. ബട്ട് താൻ എന്റെ ലൈഫിൽ വന്നേ പിന്നെ എനിക്ക് ഒരുപാട് ഹാപ്പി മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. എന്റെ ലൈഫിൽ കിട്ടാത്ത സ്നേഹം, മെമ്മറീസ്, കെയറിങ് ഒക്കെ താൻ എനിക്ക് വേണ്ടി തന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി തന്റെ ജീവൻ പോലും നോക്കാതെ താൻ എന്നെ രക്ഷിച്ചു. തന്നെയും എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയതാ ഞാൻ. ബട്ട് ഗോഡ്, ദൈവം എന്നൊരു ശക്തി ഈ ഭൂമിയിലുണ്ടാവുമ്പോൾ നമ്മളെ പിരിക്കാൻ ആർക്കും പറ്റത്തില്ല, ആർക്കും.
I want my life spent with you. I wish you will always be with me. അയ്യേ അലക്സ് കരയാതെ. അയ്യേ എന്താ ഇത്, നിങ്ങൾ ഞങ്ങളെ കൂടി കരയിപ്പിക്കോ? അളിയോ ആ റിങ് അങ്ങോട്ട് ഇട്ട് കൊടുക്കളിയാ. ലിയ, will you be mine? Yes, of course. ഹാപ്പി ഹാപ്പി. ഇത് മാത്രമേ ഉള്ളോ? എന്ത്? ഒരു കിസ് അങ്ങോട്ട് കൊടുക്ക അലക്സേ. അയ്യേ അതൊന്നും വേണ്ട. അച്ചടാ പറച്ചിൽ കേട്ടാത്തോന്നും അങ്ങനെ ഒരു സംഭവം മോൾ ഇതുവരെ ചെയ്തിട്ടേ ഇല്ലാന്ന്. അത് പിന്നെ അത് നീ കണ്ടോ ഞങ്ങൾ കിസ് ചെയ്യുന്നേ? കണ്ടോന്ന്? ഓ ഇല്ലേ, ഞാനൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞ പറ്റത്തില്ല. നീ കണ്ടോന്നല്ലേ പറഞ്ഞേ? ശരിക്കും ഇവരിതിനു മുമ്പ് കിസ് ചെയ്തിട്ടുണ്ടോ? ഒന്നൊന്നും അല്ല. എന്ത്? എന്താ നീ പറഞ്ഞേ? ഒന്നുമില്ലടി. അതെ അതെ, ചെയ്തിട്ടുണ്ടാവും. അലക്സ് അല്ലേ മുതല് തീരെ ക്ഷമയില്ലാത്തവനാ. ആ പറഞ്ഞതോട് ഞാൻ യോജിക്കുന്നു. അപ്പൊ എല്ലാരും ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് നിങ്ങൾ കിസ് ചെയ്തേ പറ്റൂ. അതൊന്നും വേണ്ട അളിയാ. ഐ ആം ദി സോറി ബ്രോ, ഐ ആം ദി സോറി. ചെയ്തേ പറ്റൂ. എടാ അതൊക്കെ വേണോ? ഷേ അയ്യാ, ചെക്കനൊരു നാണം കണ്ടില്ലേ? അങ്ങോട്ട് കൊടുക്കു പന്നളിയാ. അലക്സ് വേണ്ട, ഇവര് പലതും പറയും. എന്തായാലേ ഇവിടെ ഇപ്പൊ മെജോറിറ്റിയാ നോക്കുന്നേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു തീരുമാനം അല്ലേ? അതെ അതെ. അത്രക്ക് നിർബന്ധാണ് മോളൊന്ന് കിസ് ചെയ്. അയ്യേ, ഞാൻ അലക്സിന് കിസ് ചെയ്യാനോ? അതൊക്കെ മോശമല്ലേടി. അയ്യടാ, അലക്സിനല്ല ജാക്കിന്. ശരി, അവനോ? ഇപ്പൊ കൊടുക്കാവേ, നോക്കിയിരുന്നോ? അല്ലേലും നിന്റെ കിസ് ആർക്ക് വേണം? അത്രക്കൊന്നും ഉച്ചക്കൊന്നും വേണ്ട. നീയേ അത് ചോദിച്ചെന്റെ പുറകെ വരും, നോക്കിക്കോ. പിന്നെ വന്നത് തന്നെ. അതെ, നിങ്ങൾ കപ്പിൾസ് ആണോ അതോ എനിമീസ് ആണോ? രണ്ടും മിക്സ് ചെയ്ത് അങ്ങനെ ഇരിക്കും. അതാണ് ഇവര് അല്ലേടാ. നമ്മള് പരസ്പരം അടിയാണെങ്കിലേ ഉള്ളില് നല്ല സ്നേഹ അല്ലേ ക്ലാരെ? അതെ അതെ. അല്ല, നിങ്ങളിപ്പോ ഞങ്ങളുടെ കാര്യം നോക്കാനാണോ അതോ ഇവരുടെ കാര്യം ഒന്ന് സെറ്റ് ആക്കാനാണോ വന്നത്? അത് ഇവരുടെ കാര്യം സെറ്റാക്കാൻ, ബട്ട് ഇവര് സമ്മതിക്കണ്ടേ? ഇത് നോക്കിക്കേ, ലിയ, അലക്സും ജാക്കും ക്ലാരൊക്കെ എവിടെയോ ബീച്ചിലൊക്കെ കറങ്ങാൻ പോയിട്ട് ഇൻസ്റ്റയിലെ സ്റ്റോറിയും പോസ്റ്റ് ഒക്കെ ഇട്ടേക്കുവാ. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? നീ എന്തിനാ ഇതൊക്കെ എനിക്ക് കാണിച്ചിരുന്ന? അത് ശരി, ഇപ്പൊ കാണിച്ചതായ കുറ്റം. അതെന്റെ ഒരു കാര്യം എനിക്ക് കാണാൻ വേണ്ട, എന്നെ വന്ന് ആരും കാണിക്കാൻ വേണ്ട. എനിക്ക് വരും ഒരവസരം. പിന്നെ ഇപ്പൊ വരും, നോക്കിയിരുന്നു. എന്താ നീ പറഞ്ഞേ? ഒന്നുമില്ലേ, അവരുടെ വല്ല ഫ്രണ്ടായിട്ടോ ജനിച്ചാ മതിയായിരുന്നു. ഇങ്ങനെ ബീച്ചിലും പാർക്കിലും ഒക്കെ പോവായിരുന്നു. ഡിലിയെ, നീ വെറുതെ ലാഗ് അടുപ്പിക്കാതെ. അത് വേണോ? ഈ പെണ്ണിത്. അലക്സേ, സ്റ്റാർട്ട് ചെയ്തോ. എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കാതെ കൈയടിച്ച. അയ്യോ, എനിക്കിതൊന്നും കാണാൻ വയ്യേ. എന്തൊരു നാണം. ദിലിയെ, എങ്ങനെയുണ്ടടി? കൊള്ളാവോ? കുരുപ്പ് നിന്നെ സോറി, ഞാൻ നിന്നെ ഒന്നിനും നിർബന്ധിക്കത്തില്ല, പ്രോമിസ്. അപ്പൊ ഇതോ പ്രൈവറ്റ് ആയിട്ടാണെങ്കിൽ കുഴപ്പമില്ല, അതും പബ്ലിക് ആയിട്ട്. അത് പിന്നെ നമ്മുടെ വക നിങ്ങൾക്കൊരു ചിന്ന പണി. അയ്യടാ, ലോക്കൽസിനെ കാണാൻ പറ്റിയ പണി. അപ്പൊ മോള് വലിയ ഹൈ ലെവൽ. അതെ, നിനക്ക് ഹൈ ലെവൽ തന്നെ. അതെ, ലോക്കലില് ഏറ്റവും ഹൈ ലെവല്. അത് പൊളിച്ച് ക്ലാരെ, എനിക്കിഷ്ടപ്പെട്ട്. പിന്നല്ല. ഡാഡോ, കടൽ പേടിത്തുണ്ടോ? കടൽ പേടിത്തുണ്ടനോ? അതേത് പുതിയ പേര്? പിന്നെ കടൽ പേടിത്തോണ്ടിനെ പിന്നെ കുളം പേടിത്തോണ്ടെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോടാ.
ഇല്ലടി അതേറ്റില്ല, ഞങ്ങൾക്ക് ആർക്കും ചിരി വന്നില്ല. വന്നല്ലേ വന്ന്, എനിക്ക് ചിരി വന്ന്. ആ എനിക്കും ചിരി വന്ന്. അയ്യോ ചമ്മിപ്പോയോ. ഡാ ജാക്ക്, അളിയാ ചുമ്മാ ഫണ്ണ് ഫണ്ണ്. ആ വലിയ ഫണ്ണ്. ഡാ ജയ്സ, അതേ തിരമാല. തിരമാലയോ? അയ്യോ അമ്മച്ചി എവിടെ? എന്ത് പേടിയാടാ. എടി അത് പിന്നെ ഡാ ലക്സ് ചുമ്മാ. ഡി അത് പിന്നെ പേടിയൊന്നുമില്ല, ചെറിയൊരു ഭയം. അതെ, കുഞ്ഞു ഭയം.